blessing today. ഞാൻ പതിവായിട്ട് ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഒരു വ്യക്തിയാണ്. ബ്രദർ ഡാമിയൻ്റെ മെസ്സേജ് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അതിൽ നിന്നും തിരുവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇന്നുവരെയും എനിക്ക് സാധിച്ചു. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അവരോട് നന്ദി അറിയിക്കുമ്പോൾ തന്നെ ഇതിനു മുൻപുള്ള 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദുബൈയിൽ നിന്നുള്ള KX പീറ്ററിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പീറ്ററിനും അതുപോലെ മരുമകൾക്ക് ഈ സമയത്ത് കർത്താവ് നല്ലൊരു ജോലി ലഭിച്ചതിന് ഞങ്ങൾ ഒരുമിച്ച് അവരോട് ചേർന്ന് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു തെറ്റായ ഒരു ഫൈനാൻഷ്യൽ അലിഗേഷൻ തൻ്റെ മേൽ വന്നല്ലോ. അതിൽ ഏറ്റവും തനിക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു സ്വാതന്ത്ര്യം, ഒരു വിടുതൽ ഈ വിഷയത്തിൽ കർത്താവെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മൂത്ത മകൻ ടോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ ഐഡ ടോണിക്ക് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജുവാന് വേണ്ടിയും ജോയലിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ, ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടോണിക്ക് കർത്താവെ ബിസിനസ്സിൽ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. എല്ലാ ബാധ്യതകളും മാറിപ്പോകേണ്ടതിനും ഞങ്ങൾ അങ്ങോട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി കൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മൂവാറ്റുപുഴയിൽ നിന്നുള്ള രാജന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രാധയ്ക്ക് ആ ഹിയറിംഗ് പ്രോബ്ലംസ്, ആ കേൾവിക്കുറവിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുക്കണേ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ആ കാതുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, പ്രോപ്പർട്ടി വളരെ പെട്ടെന്ന് വിൽക്കുവാൻ, എല്ലാ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാനുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് രാജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ കർത്താവെ അങ്ങ് അനുഗ്രഹങ്ങളെ ധാരാളമായി നൽകി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത നമ്മുടെ പ്രോഗ്രാംസിലേക്ക് പോകുന്നു. എന്നാൽ ഈ എപ്പിസോഡിൻ്റെ അവസാനം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതുപോലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വലിയ സൗഖ്യം, മിറാക്കുലസ് ഹീലിംഗ് ഇപ്പോഴേ ഉള്ളിൽ കാണുക, വിശ്വസിക്കുക. അന്തേരി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുംബൈ ഒക്ടോബർ 10 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. കല്യാൺ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുംബൈ ഒക്ടോബർ 11 ശനി. സമയം രാവിലെ 10 മുതൽ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. സങ്കീർത്തനങ്ങൾ 84 അധ്യായം 11 വചനം നമ്മൾ ഈ സമയത്ത് വായിച്ചു കേൾക്കും. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. എല്ലാവരും ചേർന്ന് പറയാം, ദൈവം സൂര്യനും പരിചയമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം സൂര്യനാണെന്ന് വെച്ചാൽ ഈ കാണുന്ന മുകളിൽ കാണുന്ന സൂര്യനല്ല, ദൈവം ഒരു ആത്മീയ സൂര്യനാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മീയ വെളിച്ചം ദൈവത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ അവിടെ പറയും ദൈവം ഒരു പരിചയമാണ്. പരിച എന്ന് പറഞ്ഞാൽ ഒരു വാൾപ്പയറ്റ് നടക്കുമ്പോൾ, യുദ്ധം നടക്കുമ്പോൾ ഇങ്ങോട്ട് ഒരാക്രമണം വന്നാൽ അതിനെ തടുക്കുവാനുള്ള ഒരു വലിയ സാധനമാണ് പരിച. അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് ഒരു സംരക്ഷണമാണ്.
എത്ര പേർ ശ്രദ്ധിച്ചു? ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ, ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നൊരു ദൈവത്തിൻ്റെ പൈതലാണ് നിങ്ങളെങ്കിൽ, നാമെങ്കിൽ, ദൈവം ഒരു പരിചയമായി നടുക്ക് നിന്ന് തടുത്ത് ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കും. എല്ലാവരും ചേർന്ന് പറയാം, ദൈവം സൂര്യനും പരിചയമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, ദൈവം നമുക്ക് വെളിച്ചം നൽകുന്നു, ആത്മീയ വെളിച്ചം നൽകുന്നു. രണ്ട്, സകല ശത്രുക്കളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു. ഈ സൂര്യനും പരിചയമായ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ കൃപയും മഹത്വവും നൽകുന്നു. അവൻ നമുക്ക് കൃപ നൽകുന്നു എന്ന് മാത്രമല്ല, അവൻ നമുക്ക് മഹത്വം നൽകുന്നു. മാത്രമല്ല, നേരോടെ നടക്കുന്നവർക്ക്, നിഷ്കളങ്കരായി നടക്കുന്നവർക്ക്, വക്രഗതിയില്ലാതെ യഥാർത്ഥ പരമാർത്ഥ ഹൃദയത്തോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കം വരുത്തുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നന്മകളൊന്നും മുടങ്ങാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നേരോടെ നടക്കണം, പരമാർത്ഥ ഹൃദയത്തോടെ നടക്കണം, ആരെയും ചതിക്കാതെ, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിലുള്ള ഭക്തിയോടുകൂടെ നേരെ ചൊവ്വേ ജീവിക്കാമെങ്കിൽ ഒരു നന്മയും വീട്ടിൽ മുടങ്ങുകയില്ല. ചോദിക്കുന്നത് കർത്താവ് നമുക്ക് തന്നിരിക്കും. ദൈവം സൂര്യനാണെങ്കിൽ ദൈവത്തിൽ നിന്ന്, സൂര്യനിൽ നിന്ന് പ്രകാശവും അതുപോലെ ചൂടും പുറത്തേക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രകാശം അവൻ നമുക്ക് എത്തിച്ചു തരും. ഹല്ലേലൂയ. മാത്രമല്ല, സൂര്യനിലേക്ക് നാം തിരിഞ്ഞു നിന്നാൽ ആ പ്രകാശം നമ്മിൽ അടിച്ചിട്ട് നമ്മുടെ മുഖം കൂടെ പ്രകാശിക്കാൻ തുടങ്ങും. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, those who look to him are radiant, their faces are never covered with shame. വായിക്കാമോ? അവങ്കലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. ലജ്ജ ഒരിക്കലും അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? ദൈവത്തിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമാകും. ഒരിക്കലും അവർ നാണിച്ചു പോകേണ്ടി വരികയില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. സകലരുടെയും മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. എന്ത് മാത്രം ചെയ്താൽ മതി? അവങ്കലേക്ക് നോക്കിയാൽ മതി. സാധാരണ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്തേക്ക് വരുന്നൊരു പിക്ചർ എന്താണെന്നറിയാമോ? ഒരു സൂര്യകാന്തി പുഷ്പമാണ്, സൺഫ്ലവർ. എല്ലാവരും പറഞ്ഞ സൺഫ്ലവർ ഓയിലൊക്കെ ഇട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ശരിയല്ലേ? എന്നാൽ ആ സൺഫ്ലവറിനെ ഒന്ന് നോക്കിയാൽ, എന്തുകൊണ്ടാണ് അതിനെ സൺഫ്ലവർ എന്ന് വിളിക്കുന്നത്? എൻ്റെ പ്രധാന കാരണം, സൂര്യൻ കിഴക്കായിരിക്കുന്ന സമയത്ത് ഈ ഫ്ലവർ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. കിഴക്ക് സൂര്യൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കും. സൂര്യൻ ഉദിച്ച് മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് ഈ സൺഫ്ലവർ അതിനെ നോക്കും. അസ്തമിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അത് തിരിഞ്ഞുകൊണ്ടിരിക്കും. എല്ലായ്പ്പോഴും സൂര്യന് നേരെ അതിൻ്റെ മുഖം തിരിച്ചു പിടിക്കുന്ന ഒരു പുഷ്പമാണ് സൂര്യകാന്തി പുഷ്പം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ മുഖവും അതുപോലെ ആയിരിക്കണം. ഹല്ലേലൂയ. ഏത് പ്രശ്നം വന്നാലും മനുഷ്യരിലേക്കല്ല നോക്കേണ്ടത്, അടുത്ത വീട്ടുകാരിലേക്കല്ല നോക്കേണ്ടത്, അമ്മായിയച്ഛനിലേക്കല്ല നോക്കേണ്ടത്. ആരിലേക്കാണ് നോക്കേണ്ടത്? പറഞ്ഞോ, ആരിലേക്കാണ് നോക്കേണ്ടത്? ദൈവത്തിലേക്ക് നോക്കണം. അവൻ നമ്മുടെ സൂര്യനാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. ഹല്ലേലൂയ. ഒരു വലിയ കടഭാരം വന്നു. ആ സമയത്ത് ആരിലേക്കാണ് നോക്കേണ്ടത്? ദൈവത്തിലേക്ക് നോക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വന്നു, ഉടൻ തന്നെ അന്നത് ഡിവോഴ്സ് ചെയ്ത് കളയാം. അതല്ല ചെയ്യേണ്ടത്. ആദ്യം ആരിലേക്കാണ് നോക്കേണ്ടത്? ദൈവത്തിലേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി തീരും. ഹല്ലേലൂയ. മാത്രമല്ല, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല, ഒരിക്കലും നാണം കെടേണ്ടി വരികയില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവത്തിലേക്ക് നോക്കണം. 11 മണിയാകുമ്പോഴും ദൈവത്തിലേക്ക് നോക്കണം. 12 മണിയാകുമ്പോൾ ദൈവത്തിലേക്ക് നോക്കണം. വൈകിട്ട് 4 മണിയായി ദൈവത്തിലേക്ക് നോക്കണം. കിടക്കാൻ നേരമായി ദൈവത്തിലേക്ക് നോക്കണം. ദൈവത്തിലേക്ക് മാത്രം നോക്കി ജീവിക്കാൻ
തീരുമാനിച്ചാൽ നീ ദൈവത്തിൻ്റെ ഒരു സൂര്യകാന്തി പുഷ്പമായി മാറും. എല്ലായ്പ്പോഴും നിന്റെ മുഖം പ്രശോഭിതമായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് തീരുമാനമുണ്ട്? ഇന്ന് മുതൽ അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നവരെ ദൈവം സകല നിന്ദയിൽ നിന്നും നാണക്കേടിൽ നിന്നും എല്ലാറ്റിൽ നിന്നും രക്ഷിച്ച് എല്ലായ്പ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവം നടത്തും. അടുത്ത ചില വചനങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാമത്തെ വചനം. ദിസ് ഈസ് ദ മെസ്സേജ് we have heard from him and declare to you, God is light, in him there is no darkness at all. ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശം ഇതാണ്, ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാണ്. ദൈവത്തിൽ ഇരുട്ട് അശേഷമില്ല. ദൈവത്തിൽ ഇരുള് അശേഷം പോലുമില്ല. ഒരു നിഴൽ പോലും ദൈവത്തിലില്ല. ദൈവം മുഴുവൻ വെളിച്ചമാണ്. അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് നോക്കുന്നവരുടെ ജീവിതം മധ്യാഹ്നം പോലെ, നട്ടുച്ച പോലെ അവരുടെ ജീവിതം പ്രകാശിതമായിരിക്കും. ഹല്ലേലൂയ. ഇയ്യോബ് അല്ലെങ്കിൽ ജോബ് എന്ന പേരിൽ ഒരു പുസ്തകം പഴയ നിയമത്തിലുണ്ട്. അതിൻ്റെ 11-ാം അധ്യായം അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: ദൈവത്തിലേക്ക് നീ തിരിയുമ്പോൾ നിന്റെ കഷ്ടത വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ ഒഴുകിപ്പോകും. അതിൻ്റെ ഒരു ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ അതങ്ങ് ഒഴുകിപ്പോകും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒത്തിരി ചിലരോടൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു ചായ കുടിക്കാൻ ഒരുമിച്ചിരുന്നതാണ്, ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിട്ടുള്ള കഷ്ടതകളുടെ വലിയ പരാതികളുടെ കെട്ടുകൾ അവരങ്ങ് തുറക്കും. ജനിച്ച നാൾ മുതൽ കഷ്ടം അനുഭവിച്ച് പോയതിൻ്റെ ചരിത്രം മുഴുവൻ പറയും. പക്ഷേ ബൈബിൾ പറയുന്നത് ദൈവത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളം, മഴ പെയ്തു, മുറ്റത്ത് വെള്ളം കെട്ടി, കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം മുഴുവൻ അങ്ങ് തോട്ടിലേക്ക് ഒഴുകിപ്പോയി. എന്ത് സംഭവിച്ചു? അവിടെ വെള്ളം ഒന്നും കാണുന്നില്ല. ഉണങ്ങി വരണ്ട ഒരു നല്ല മുറ്റം ഉണ്ടാകുന്നത് പോലെ ജീവിതത്തിൽ കഷ്ടതയുടെ വെള്ളങ്ങൾ മുഴുവൻ ഒഴുകിപ്പോകും. എപ്പോൾ? ദൈവത്തിലേക്ക് നീ നോക്കുമ്പോൾ. മാത്രമല്ല, ജീവിതം മുഴുവൻ മധ്യാഹ്നം പോലെ, നട്ടുച്ച പോലെ പ്രകാശിക്കാൻ തുടങ്ങും. ഷമാസിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് ഏലിയാമ്മ റോയ് എന്നാണ്. തനിക്ക് 2012 മുതൽ ക്യാൻസറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ തനിക്കത് അറിയില്ലായിരുന്നു. കാരണം ചെറിയ ഒരു കടുകുമണിമോളം അതുപോലെയുള്ള ചെറിയൊരു മുഴമാരി ബ്രസ്റ്റിൽ വരുമായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വലുതാം. അങ്ങനെ ഒരു സംശയം തോന്നിയത് കൊണ്ടാണ് 2013 ഡോക്ടറുടെ അടുക്കൽ പോയത്. താനൊരു സ്റ്റാഫ് നേഴ്സാണ്. കോയമ്പത്തൂർ KG ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് നേഴ്സായിട്ടാണ് താൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സംശയം തോന്നി ഡോക്ടറുടെ ചെന്നപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: 3 രീതിയിലാണ് ക്യാൻസർ രോഗം തന്നെ പിടികൂടിയിരുന്നത്. ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ, മറ്റൊന്ന് ലിവറിലെ ക്യാൻസർ, അതുപോലെ തന്നെ ബോൺ ക്യാൻസർ. ഇങ്ങനെ 3 രോഗങ്ങൾ തനിക്കുണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് സാധാരണ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വേദനയൊക്കെ ഉണ്ടാകും. പക്ഷേ തനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേദനയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 കീമോ ചെയ്യണം, 3 സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തൻ്റെ സഹോദരി ലിസി പറഞ്ഞത് പ്രകാരം 2014, അതായത് ഈ വർഷം തന്നെ ജനുവരി മാസത്തിൽ നമ്മുടെ ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നിരുന്നു. അന്ന് ഇവിടെ ഈ സഹോദരി വന്നിവിടെ പങ്കെടുത്തു. പക്ഷേ അന്നത്തെ ആരാധന അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതുപോലെ ഇറങ്ങിയിരുന്നു. ആ സമയത്ത് ഡാമിയൻ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. തൻ്റെ ഒറിജിനൽ പേര് ഏലിയാമ്മ റോയ് എന്നാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ശരിയായ പേരല്ല വിളിച്ച്, തൻ്റെ വിളിപ്പേരുള്ള സൂസൻ എന്ന് പറയുന്ന പേര് ഡാമിയൻ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, സൂസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. തൻ്റെ ജീവിതത്തിലെ 3 പ്രശ്നങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ശരീരത്തിൽ 3 ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞിരുന്നു. ആ 3 ഓപ്പറേഷനും ചെയ്യേണ്ടി വന്നില്ല. ഇന്ന് താൻ നോർമൽ റിപ്പോർട്ടുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കുഴപ്പവുമില്ലെന്നുള്ള ഏറ്റവും അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ ഞാൻ ബോൺ ക്യാൻസർ എന്താണെന്നുള്ള വ്യക്തമായി ഇവിടെ അടിയിൽ ഡോക്ടർ റിപ്പോർട്ട്സ് ഉണ്ട്. അത് എഴുതിയിരിക്കുന്നത് നോ definite scientific evidence of any skeletal metastasis in the present whole body survey. അതിനർത്ഥം അങ്ങനെ ഒരു പ്രശ്നം തനിക്ക് തൻ്റെ എല്ലിൽ ഇല്ല, അത് കർത്താവ് എടുത്ത് മാറ്റി എന്നുള്ള ഒന്ന്. രണ്ടാമത്തേത് തൻ്റെ
ലിവറിലെ ഫസ്റ്റ് സ്റ്റേജിൽ 4.6 എന്ന അളവിൽ ക്യാൻസറിൻ്റെ അംശമുണ്ടായിരുന്നു. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ ചെന്ന് സ്കാൻ ചെയ്തു, വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം നോർമൽ ആണെന്നുള്ളത് വ്യക്തമായി ഇവിടെ ഡോക്ടർ എഴുതിയിട്ടുണ്ട്. ഇത് ഫൈനൽ റിപ്പോർട്ടാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് എല്ലാം നോർമൽ ആണെന്നാണ്. കാരണം ഈ 3 തരത്തിലുള്ള ക്യാൻസർ രോഗം പിടിപെട്ടി ഞങ്ങളൊരു വ്യക്തി ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷേ നമ്മുടെ സ്വർഗത്തിലെ യേശു കർത്താവ്, നമ്മൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു കർത്താവ് തൻ്റെ ശരീരത്തിലേക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ കണ്ടിരുന്നു. അന്നത്തെ പ്രാർത്ഥനയിൽ ഡാമിയൻ ബ്രദറിലൂടെ തൻ്റെ പേര് വിളിച്ചു, തൻ്റെ ശക്തിയെ പകർന്ന് തന്നെ വിടുവിച്ചു. ഇന്ന് ഷമാസിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നുള്ള റിപ്പോർട്ടോടുകൂടിയാണ് താൻ ഇവിടെ നിൽക്കുന്നത്. Amen. Hallelujah. സിസ്റ്റേഴ്സ്, ആക്ച്വലി എന്തായിരുന്നു ആ പ്രോബ്ലം എന്ന് പറയാമോ? 3 തരത്തിലുള്ള ക്യാൻസർ ഒരേ സമയമാണോ നിങ്ങൾക്ക് പിടിപെട്ടത്? ആക്ച്വലി ഡിസംബർ 20th എനിക്ക് അറിഞ്ഞത് ചെറിയൊരു ക്യാൻസർ. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇത് കുഴപ്പമില്ല, നമുക്ക് എടുത്തു കളയാന്ന് പറഞ്ഞു. ബട്ട് ഫർദർ ടെസ്റ്റിന് അത് പോയപ്പോഴാണ് ക്യാൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ ട്രൂ കട്ട് ബയോപ്സി എന്ന് പറഞ്ഞൊരു ബയോപ്സി ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ക്യാൻസറാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇത് 3rd സ്റ്റേജായി, അതിനാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും സ്റ്റേജായി, അപ്പോൾ നമ്മൾക്ക് വേറെ എവിടെയെങ്കിലും എന്തായാലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത് തന്നെ പിന്നെ അബ്ഡോമിനൽ സ്കാൻ, ടി വി സ്കാൻ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ക്യാൻസർ 3rd സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെവിടെ ഒരു സ്ഥലത്ത് ക്യാൻസർ വന്നാൽ മറ്റ് പല ഭാഗങ്ങളിലും അത് സ്പ്രെഡ് ചെയ്യാൻ അങ്ങനെയാണ് ഡോക്ടേഴ്സ് അടുത്ത ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിച്ചത്. സ്കാൻ ചെയ്തപ്പോഴാണ് ബോണിൽ അതിൻ്റെ ലിവറിൽ ക്യാൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ എനിക്ക് ഡെഡ് ലൈൻ തന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പാരൻസിൻ്റെ അടുത്തും ഞാൻ ജനുവരിയിൽ തന്നെ ഉണ്ടാകും, എന്തിനും ഒരു ഹിമോ കൊടുത്തു നോക്കാം അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അനീതി ബ്ലെസ്സിംഗ് ടുഡേനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ അപ്പോൾ സൂര്യ TV കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രെയർ ഡയറി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ രോഗികളുടെ പ്രാർത്ഥനയും ഒരു അത്ഭുതത്തിനുള്ള പ്രാർത്ഥനയും എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. ഡോക്ടറും പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ, ട്രീറ്റ്മെൻറ്റ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആയുസ് ദൈവത്തിന് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രെയർ കഴിഞ്ഞ് പോയപ്പോൾ അവിടെ ഡോക്ടർ വന്ന് നമുക്ക് എന്തൊരു സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ ലിവറിൽ 2.2 ആയി, പിന്നെ 1.3 ആയി, പിന്നെ ഡിസപ്പിയർഡ് ആയി. അപ്പോൾ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. യേശുവിൻ്റെ അടുത്ത് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ ഫാമിലി ഫുള്ളാണ്. രാത്രിയിൽ 3 മണിയാകുമ്പോൾ ഞാൻ കണ്ണീരോടെ യേശുവിൻ്റെ അടുത്ത് കർത്താവ് എനിക്കിത് മാറ്റി തരണമേ, എൻ്റെ 2 പെൺകുട്ടികളാണ്, അവർക്ക് ഞാൻ അമ്മയായിട്ട് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ സ്കാൻ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ പറയും യേശുപ്പച്ച എൻ്റെ സ്കാൻ റിപ്പോർട്ട് നീ മാറ്റി എഴുതണമേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ സ്കാൻ റൂമിലേക്ക് പോകുന്നത്. എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ നിലവിളി കേട്ടു, എൻ്റെ എല്ലാ അസുഖങ്ങളും എനിക്ക് മാറ്റി തന്നു. ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു സാക്ഷിയായി, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഒരു സാക്ഷിയായിട്ട് ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കുന്നു. ഞാൻ എത്ര നാൾ കൂടിയപ്പോഴാണ് ഇത് ഡിസപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഇപ്പം 3 months 2 point something ആയിരുന്നു, അത് 1 point something ആയി, ഡോക്ടർ എന്താണ് പറയുന്നത്? ഇത്രയും പെട്ടെന്നുള്ള ഈ ഫാസ്റ്റ് റിക്കവറി പ്രാർത്ഥനയിൽ അല്ലാണ്ട് വേറെ ഒന്നും ഇത് ശരിയാകില്ല. ഡെഫിനറ്റ്ലി ഒരിക്കലും ഇത് പ്രാർത്ഥനയാൽ അല്ലാതെ ഇത് നടക്കില്ല. കാരണം ഒരു സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞ് ഒരു 3ാമത്തെ തലത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്യാൻസർ ഹോൾ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ സാധാരണ ഡോക്ടേഴ്സ് പറയുമ്പോൾ അപകടങ്ങളൊന്നും പറയില്ലെങ്കിൽ കൂടെയും അവർക്കറിയാം ആ രോഗി അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഹോദരി, ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ജീവൻ അന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് വീണു. ഹല്ലേലൂയ. ഇത് കർത്താവ് തന്നിട്ടുള്ള അടുത്തൊരു ജീവിതമാണ്, ഒരു 2ാമത്തെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് യേശുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. എത്ര പേർ കൈകൾ അടിച്ച് കർത്താവിനെ ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഓ താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത ഈ വലിയ വിടുതലിനായി, ഈ വലിയ സൗഖ്യത്തിനായി നന്ദി. കർത്താവെ, ഇത്രത്തോളം വലിയ മാറ്റങ്ങൾ ഈ ശരീരത്തിൽ നൽകിയല്ലോ, ജീവൻ കൊടുത്തല്ലോ കർത്താവെ, ആയുസ് കൊടുത്തല്ലോ കർത്താവെ. ഞങ്ങൾ അതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനി കർത്താവ് കൊടുത്ത ഈ ജീവനിലും ആയുസ്സിലും കർത്താവിന് വേണ്ടി ശക്തമായി നിലനിന്ന് മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമ്മൾ ലോകം എമ്പാടുമുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ക്യാൻസർ രോഗം ബാധിച്ച വ്യക്തികൾ നിങ്ങൾ വീട്ടിലോ ഒരു ഹോസ്പിറ്റലിലോ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലോ എവിടെയാണെങ്കിലും യേശു കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കുഷ്ഠരോഗികളെ യേശു തൊട്ടു, തത്സമയം കർത്താവ് സൗഖ്യമാക്കി. മരിച്ചവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തോട് മല്ലടിക്കുന്നവരെ കർത്താവ് രക്ഷിച്ചു. ഒരു ബാല്യക്കാരൻ മരണത്തിൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ യേശു റോഡരികിൽ നിന്നുകൊണ്ട് തൻ്റെ വചനത്തെ അയച്ച് അവനെ താനായിരുന്ന സ്ഥലത്ത് സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ ലോകം എമ്പാടുമുള്ള എല്ലാ ക്യാൻസർ രോഗികളുടെ ശരീരങ്ങളുടെ മേലും ദൈവികമായ രോഗസൗഖ്യത്തെ കർത്താവ് അയക്കും. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ രോഗികളുടെ അടുത്ത് വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ, അടുത്തൊരു ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കരം ആ ബൈസ്റ്റാൻഡർ ക്യാൻസർ പേഷ്യൻ്റെ മേൽ കൈവയ്ക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവിധ ക്യാൻസർ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത് ഫസ്റ്റ് സ്റ്റേജ് ആകാം, തേർഡ് സ്റ്റേജ് ആകാം, സെക്കൻഡ് സ്റ്റേജ് ആകാം, ഏത് സ്റ്റേജ് ആയിരുന്നാലും യേശു കർത്താവിന് അസാധ്യമായ ഒന്നുമില്ലാത്തതുകൊണ്ട് I command in the mighty name of Jesus every kind of cancer to be healed. Cancer, in the mighty name of Jesus, I come against you. I command in Jesus' name to get out of these bodies in the mighty name of Jesus. The spirit of cancer out, the germs of cancer out. In the mighty name of Jesus, I cut and cancel the power of cancer. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. കീമോതെറാപ്പിയോ റേഡിയേഷനോ നടന്നുകൊണ്ടിരിക്കുന്നതോ നടന്നു കഴിഞ്ഞതോ നടക്കാൻ പോകുന്നതോ ട്രീറ്റ്മെൻറ്റോ ഉള്ളതോ ഇല്ലാത്തതോ എവിടെയാണെങ്കിലും ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു വലിയ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ ജീവൻ ആ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ബ്ലഡ് ക്യാൻസർ ആകാം, ബ്രസ്റ്റ് ക്യാൻസർ ആകാം, അതുപോലെ ബോൺ ക്യാൻസർ ആകാം, സ്കിൻ ക്യാൻസർ ആകാം, ശരീരത്തിലെ എവിടെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആകാം, മൾട്ടിപ്പിൾ മൈലോമ തുടങ്ങി സകലവും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായതായി ഞാൻ പ്രഖ്യാപിക്കും. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. ആ രോഗികൾ ഈ സമയത്ത് വായി തുറന്ന് പറയുക, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എന്ന് വെച്ചാൽ യേശുവിൻ്റെ പുറത്ത് 39 പ്രാവശ്യം ചാട്ട കൊണ്ട് റോമൻ പടയാളികൾ അടിച്ചപ്പോൾ അവിടെ പറയുന്നത് യേശുവിൻ്റെ മാംസം അവിടെ നിന്ന് പറഞ്ഞ് യേശു കർത്താവിൻ്റെ രക്തം അതിലൂടെ ഒഴുകി ആ അടികൾ നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി അവൻ ഏറ്റു. ഇറ്റ് വാസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഓൾ ആർ ഡിസീസസ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് പറയുക, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. വായി കൊണ്ട് അനേക പ്രാവശ്യം ഏറ്റു പറയുക, യേശു എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി മാറും. ദീർഘായുസുള്ളവനായി ഞാൻ ജീവിക്കും. മക്കളെയും കൊച്ചുമക്കളെയും തലമുറകളെയും ഞാൻ കാണും. പ്രത്യാശയുടെ വാക്കുകൾ ഈ സമയത്ത് പറയാൻ തുടങ്ങുക. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ്, അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടത് അവരെ എൻകറേജ് ചെയ്യുക, അവരുടെ അകത്തുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുക, ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഹീലിംഗ് സ്ക്രിപ്റ്റേഴ്സ്, രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ, വചനഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. നല്ല വർഷിപ്പ് സോങ്സ് അവരെ കേൾപ്പിക്കുക. ഇതെല്ലാം ആ ഒരു അന്തരീക്ഷം മാറ്റുമ്പോൾ തന്നെ വലിയ വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കും. വലിയ വലിയ സാക്ഷ്യങ്ങളുടെ റിപ്പോർട്ടുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ അതിനുശേഷം ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യം ആയി എന്ന് ബോധ്യം വരുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അറിയിക്കണം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വന്ന് സാക്ഷ്യം പറയണം. ബ്ലെസ്സിങ് സെൻറ്റർ കൊച്ചിയിലോ ഏതെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് സാക്ഷ്യം പറയണം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മറ്റെല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. റോസ്മേരി എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കും. ജീസസിനെ ഹാർട്ടിൻ്റെ തകരാറ് സൗഖ്യമാകും. അതോടൊപ്പമുള്ള മറ്റു ചില രോഗങ്ങൾ കൂടെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. കുട്ടികളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഏത് രോഗത്തെയും കർത്താവ് തൊട്ട് അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ നന്ദി. ഇൻ ജീസസ് നെയിം. ഇന്നത്തെ
നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് അന്ധേരിയിലാണ്, നാളെ കല്യാണിലാണ്. വരാതിരിക്കരുത്. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള നിരവധി പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി കുട്ടികൾക്കുള്ളത് തുടങ്ങിയ എല്ലാം അവൈലബിളാണ്. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും പല സ്ഥലങ്ങളിലെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന ആരാധനകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അവിടെ വന്ന് കൂടുതൽ ദൈവവചനത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വളരാം. ബ്ലെസ്സിങ് ടുഡേ കുറിച്ച് കേട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് പറയുക. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. I'm going to speak about this title, Be a Tomorrow Person. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പ്രസംഗത്തിന്റെ തലക്കെട്ടിതാണ് നാളെയുടെ വ്യക്തിയായി ജീവിക്കുക. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവം ഇസ്രായേലിനെ ചികിത്സിക്കുമ്പോൾ ആരുടെ ദുഷ്ടതയും അകൃത്യവുമാണ് വെളിപ്പെട്ടു വരുന്നത്? ഹൂസ് ഇനിക്വിറ്റി ആൻഡ് വിക്കഡ്നെസ് വിൽ ബി അൺകവേർഡ് വെൻ ഗോഡ് വുഡ് ഹീൽ ഇസ്രായേൽ? ഓപ്ഷൻസ്: എ എഫ്രൈം ശമരിയ, ബി മിസ്രൈം ഗിലെയാദ്, സി യോർദാൻ ശമരിയ, ഡി യഹൂദിയ ഏദോം. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.